വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. കണ്ടകശനിയുടെയും 6ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും ദോഷാവസ്ഥകൾ ഏതെങ്കിലും തരത്തിലൊക്കെ ഇവരെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. എന്നാൽ 2ൽ സഞ്ചരിക്കുന്ന ശുക്രനും ബുധനും ഇവർക്ക് എന്താൽ ഇപ്പോൾ ഗുണത്തെ കൊടുക്കും. 2ലെ ചൊവ്വ വാക്കിൽ അല്പം ശ്രദ്ധ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്പം അശ്രദ്ധ കൊണ്ട് പരുഷമായ വാക്കുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ശുക്രൻ്റെയും ബുധൻ്റെയും സ്വാധീനം ഇവർക്ക് തീർച്ചയായിട്ടും മയത്തിലും ബുദ്ധിപരമായും പ്രായോഗിക പക്വതയോടും കൂടി സംസാരിക്കാനുള്ള അവസരം നൽകുന്നു. ധനം നല്ല രീതിയിൽ ഇവരിലേക്ക് എത്തുന്നു. തങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ തങ്ങളുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടോ ഒക്കെ ഇവരിലേക്ക് ഇപ്പോൾ ധനം ഒഴുകിയെത്തുന്നതാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, തങ്ങളുടെ ജോലിയിലെ മികവ്, ഇതെല്ലാം ധനമായി മാറുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ ഈ ആഴ്ചയിൽ ധനനേട്ടത്തിൻ്റെ ആഴ്ച എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഇവരെ സഹായിക്കുന്ന വ്യക്തികൾക്കും ഗുണം കിട്ടുകയും അനുഗ്രഹം കിട്ടുകയും ചെയ്യുന്നൊരവസ്ഥ കാണുന്നുണ്ട്. പൊതുവെ തൊഴിൽ രംഗത്തും ഈ ആഴ്ച നല്ലതാണ്. വീട്ടിലും ഇവർക്ക് സന്തുഷ്ടിയും സമാധാനവും കാണുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇവർക്ക് ഈ ഉദരത്തിൻ്റെ, അതായത് ഹൃദയത്തിൻ്റെയും അതുപോലെ തന്നെ ഡയഫ്രം ഭാഗങ്ങൾ, ഹൃദയത്തിൻ്റെയും കുടലിൻ്റെയും ഭാഗം സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളിൽ, ഡയഫ്രം പോലുള്ള ഭാഗങ്ങളിൽ ചെറിയ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ മൂലമുണ്ടാകുന്ന പെയിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ പല്ല്, മൂക്ക്, മുഖം, പൊതുവെ കണ്ണ്, ഈ ഭാഗങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ അപകട സാധ്യതകൾക്ക് അവസരം കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ചെയ്യുക. സാഹസിക കർമ്മങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് കയറുന്നതിൽ നിന്നുമൊക്കെ ഈ ആഴ്ച പരമാവധി മാറി നിൽക്കാൻ ശ്രമിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 4, 5, 8, 9 നല്ല ദിവസങ്ങളാണ്.